കോട്ടയം മള്ളിയൂർ ഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷത്തോടനുബന്ധിച്ച് മഹാഗണപതി ഹോമം ദർശനം. തത്സമയം ഈ ദൃശ്യങ്ങളും കാണാം. മിഥുൻ അയ്യപ്പൻ ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, മഹാഗണപതി ഹോമം തൊഴാൻ ഇനി അതാണ് ഇത്രയും നേരവും ഭക്തർ കാത്തുനിന്നത്. വിവരങ്ങൾ എന്താണ് മള്ളിയൂരിൽ നിന്ന്? മള്ളിയൂരിലേക്ക് ഭക്തജന സഹസ്രങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 5:30 ആരംഭിച്ച മഹാഗണപതി ഹോമം അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. 10,000 തേങ്ങകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന മഹാഗണപതി ഹോമം അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ മഹാഗണപതി ഹോമത്തിന് നേതൃത്വം നൽകുന്നത് മള്ളിയൂർ ശ്രീ പരമേശ്വരൻ നമ്പൂതിരിയാണ് നേതൃത്വം നൽകുന്നത്. 5:30 മുതൽ ആരംഭിച്ച ആ ഒരു മഹാഗണപതി ഹോമം അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും അത് ദർശിക്കുന്നതിന് വേണ്ടി ആയിരങ്ങളാണ് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഒത്തുകൂടിയിരിക്കുന്നത്. ഇപ്പോൾ വരിവരിയായി ഭക്തജനങ്ങൾ ഈ മഹാഗണപതി ഹോമം നടക്കുന്ന ഇടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും അഭിഷ്ട വൃദ്ധിക്ക് ഈ മഹാഗണപതി ഹോമത്തിൻ്റെ ദർശനം എന്നുള്ളത് അഭിഷ്ട വൃദ്ധിക്ക് നല്ലതാണ് എന്നാണ് വിശ്വസിച്ച് പോരുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾ ഈ വിനായക ചതുർത്ഥി ദിവസം ഇന്ന് രാവിലെ 5:30 മുതൽ ആരംഭിച്ച ഒരു ബൃഹത്തായിട്ടുള്ള മഹാഗണപതി ഹോമത്തിൻ്റെ ഭാഗമാകുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ക്ഷേത്രത്തിൽ പഞ്ചവാദ്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കോങ്ങാട് വധുവും ശ്രീ ചേർപ്പുളശ്ശേരി ശിവൻ ആൻഡ് പാർട്ടിയും നടത്തുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യമാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം തൃശ്ശൂർ പൂരത്തിൻ്റെ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന് നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് കോങ്ങാട് മധു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള അതിമനോഹരമായിട്ടുള്ള പഞ്ചവാദ്യമാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ നടക്കുന്നത്. മഹാഗണപതി ഹോമത്തിൻ്റെ ദർശനത്തിലേക്ക് കടക്കുന്ന ഈ നിമിഷം പഞ്ചവാദ്യത്തിൻ്റെ മേള പശ്ചാത്തലത്തിൽ കൂടിയാണ്, വാദ്യ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ക്ഷേത്ര ദർശനം നടക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് നിരവധി കണക്കിന് ആളുകൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച. ഇന്ന് രാവിലെ മുതൽ മള്ളിയൂർ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ ഓരോന്നോരോന്നായി പ്രേക്ഷകരിലേക്ക് മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ ഒരു ഏതാണ്ട് അരമണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ് ഈ ദർശനം എന്ന് പറയുന്നത്. മഹാഗണപതി ഹോമം ദർശനം എന്ന് പറയുന്നത് 11:15 കൂടി ഈ ദർശനം ആളുകൾ നീങ്ങിക്കൊണ്ട്, ആളുകൾ ചലിച്ചുകൊണ്ട് ഈ ദർശനം പൂർത്തിയാക്കും. ഇപ്പോൾ ഈ മഹാഗണപതി ഹോമം നടക്കുന്ന ഇടത്തിന് ചുറ്റും കൂടി നിൽക്കുകയാണ് ജനങ്ങൾ. 11:15 കൂടി ഈ ദർശനം ആരംഭിക്കുകയും പിന്നീട് പെട്ടെന്ന് തന്നെ ദർശനം എല്ലാ ജനങ്ങളെയും വേഗത്തിൽ ആ ദർശന പുണ്യം സാധ്യമാക്കിക്കൊണ്ട് ഈ ദർശനം അവസാനിക്കുകയും ചെയ്യും. അതിന് പിന്നാലെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നായിട്ടുള്ള ആനയൂട്ടും ഗജപൂജയും ആരംഭിക്കുക. ക്ഷേത്ര പരിസരത്ത് തന്നെ ആനയൂട്ടും ഗജപൂജയും നടക്കുന്നു. അവിടെ ആനയൂട്ടും ഗജപൂജയും നടക്കുന്നു. അതിനുശേഷം ഈ പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങാണ്, മറ്റൊരു ആഘോഷമാണ് വിനായക ചതുർത്ഥി ദിവസത്തിലെ ഒരു പഞ്ചാരി മേളം എന്നുള്ളത്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള മേള പ്രമാണി, പഞ്ചാരി മേളത്തിന് പ്രമാണിത്വം വഹിക്കുന്നത് പെരുവനം കുട്ടന്മാരാരാണ്. പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ 120 പേരടങ്ങുന്ന സംഘമാണ് ഈ മേളം കൊഴുപ്പിക്കുന്നത്. അതിൻ്റെയും തത്സമയ സംപ്രേഷണം ജനം ടി.വിയിലൂടെ ഭക്തജന സഹസ്രങ്ങൾക്ക് കാണാൻ കഴിയും. ഏതായാലും വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച ഇന്ന് രാവിലെ 5 മണിയോടുകൂടി തന്നെ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ എണ്ണം കൂടിക്കൊണ്ടുവന്ന് ഇന്ന് ഉച്ചയോടെത്തുമ്പോഴേക്കും ക്ഷേത്ര പരിസരം ഒട്ടാകെ ഭക്തജനങ്ങളാൽ ഒരു നിറയുന്ന കാഴ്ചയിലേക്ക് തന്നെയാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ഇവിടുത്തെ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഇവിടുത്തെ മഹാഗണപതി ഹോമ ദർശനം ആരംഭിക്കും. ഭക്തജനങ്ങൾ ഈ 6-7 ദിവസം നീണ്ടു നിൽക്കുന്ന സെപ്റ്റംബർ 1 ആരംഭിച്ചിട്ടുള്ള ഈ
വിനായക ചതുർത്ഥി മഹോത്സവത്തിൽ ഏറ്റവും ഭക്ത്യാദരപൂർവ്വം കാണുന്നതും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നതും ദർശന പുണ്യം നേടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മഹാഗണപതി ഹോമ ദർശനം എന്നുള്ളത്. അതിലേക്ക് ഇപ്പോൾ ഭക്തജനങ്ങൾ കടക്കുകയാണ്. ഒപ്പം തന്നെ ആഘോഷങ്ങളും സമാനമായി നടക്കുന്നു. പോങ്ങാനും അതിന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം പുരോഗമിക്കുന്നു. പഞ്ചവാദ്യം സമാപിച്ച ഉടനെ ആനയൂട്ടും ഗജപൂജയും അതിന് പിന്നാലെ പഞ്ചാരി മേളവും നടക്കും. പിന്നീട് വൈകിട്ടാണ് മറ്റ് ചടങ്ങുകളെല്ലാം നടക്കുന്നത്. ഇന്ന് ഈ വിനായക ചതുർത്ഥി ദിവസം ഏറ്റവും സായുജ്യമടയുന്ന കാഴ്ചകൾക്കാണ് ഭക്തജനങ്ങൾ ജനതയിലൂടെ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നതായാലും ഇപ്പോൾ തീർത്തും ഭക്ത്യാദരപൂർവ്വം ഗണേശ മന്ത്രങ്ങളോടും മഹാവിഷ്ണു സ്തുതികളോടും കൂടിയാണ് ഇവിടെ ഭക്തജനങ്ങൾ ഇവിടുത്തെ ഓരോ ചടങ്ങിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്, ഓരോ ചടങ്ങിൻ്റെയും ഭാഗമായി കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ ഭക്തജനങ്ങളിലേക്ക് ഇവിടെ തേങ്ങ ഉടച്ചുകൊണ്ട് ഈ തങ്ങളുടെ എല്ലാ വിഘ്നങ്ങളും തങ്ങളുടെ ദോഷങ്ങളും എല്ലാം മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തേങ്ങയുടച്ച് ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു വരികയായിരുന്നു. ഏതാണ്ട് 10,000-ലധികം തേങ്ങ ഉടയ്ക്കുന്ന കാഴ്ചകൾ നമ്മൾ ഇവിടെ കണ്ടു. അതോടൊപ്പം തന്നെ 10,008 തേങ്ങകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗണപതി ഹോമവും അവിടെ ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു. ഈ അന്തരീക്ഷമൊട്ടാകെ ഈ പഞ്ചവാദ്യത്തിൻ്റെ മേളവും പഞ്ചവാദ്യത്തിൻ്റെ വാദ്യഘോഷങ്ങളും ഒപ്പം തന്നെ ഈ അന്തരീക്ഷത്തിലേക്ക് ഗണപതി ഹോമത്തിൻ്റെ പുകച്ചുരുളുകൾ പ്രവേശിക്കുകയും ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് അനുഭവവേദ്യമാക്കിക്കൊണ്ട് ഒരു വലിയ ദൈവികമായിട്ടുള്ള ഒരു അനുഭൂതിയിലേക്ക് ഇവിടെയുള്ള ഭക്തജനങ്ങളെല്ലാം കടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഭക്തജനങ്ങൾ ഏറ്റവും പുണ്യമായിട്ടുള്ള ഒരു നിമിഷത്തിലേക്ക് അനുഭവവേദ്യമാകിയിരിക്കുന്നു, അല്ലെങ്കിൽ അവർ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. മള്ളിയൂർ വിനായക ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് മഹാഗണപതി ഹോമം ദർശനത്തിനായി ഭക്തജനങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്.